നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങളുമായി ബംഗാളി നടി രംഗത്ത് വന്നതും പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതും കെട്ടടങ്ങുന്നതിനു മുന്നേ രഞ്ജിത്തിനെതിരെ മറ്റൊരു പരാതി കൂടി വരികയാണ്. പ്രകൃതി വിരുദ്ധ പീഡനം രഞ്ജിത്ത് നടത്തിയെന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ആരോപണവുമായി ഒരു യുവാവ് രംഗത്ത് വന്നിരിക്കുന്നു. കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതിക്കാരൻ. സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ 2012 ബാംഗ്ലൂരിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. യുവാവ് പറയുന്നത് ഇപ്രകാരമാണ്: കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത്. അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു. അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടു. ബംഗളൂരു താജ് ഹോട്ടലിൽ 2 ദിവസത്തിന് ശേഷം എത്താൻ ആവശ്യപ്പെട്ടു. രാത്രി 10 മണിയോടെ ഹോട്ടലിൽ എത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു. മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു. പിന്നീട് വിവസ്ത്രനാക്കി. അതിനുശേഷം പീഡിപ്പിച്ചു എന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് പോലീസിന്. ഈ ഒരു പീഡനം നടന്നതിനു ശേഷം തനിക്ക് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതോടെ താൻ മാനസികമായി തളർന്നെന്നും മലയാളത്തിൽ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി എടുത്തില്ല എന്നും യുവാവ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം കൂടി നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന് മൊഴി കൊടുത്തിരിക്കുകയാണ്. ഈ കേസിൽ പോലീസിന്റെ നീക്കം എന്താണ് എന്നത് വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു പീഡനം കൂടി, അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം കൂടി നടത്തിയിരിക്കുന്നു എന്ന ഒരു ആരോപണം രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുകയാണ്. അതേസമയം ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൊച്ചി നോർത്ത് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു നടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. 2009 സിനിമയുടെ ചർച്ചയ്ക്കായി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴായിരുന്നു ദുരനുഭവം ഉണ്ടായതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കയ്യിലും വളകളിലും തൊടുകയും പിന്നീട് കഴുത്തിലും മുടിയിലും തലോടി എന്നുമായിരുന്നു നടിയുടെ ആരോപണം. ഇതിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്കൊടുവിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദത്തിൽ നിന്നും രഞ്ജിത്ത് രാജിവെച്ചത്. താൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു. സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനെന്നാണ് താൻ കരുതിയത്. താൻ അകത്തേക്ക് ചെന്നു. ബാൽക്കണിയിലായിരുന്നു രഞ്ജിത്തും താനും നിന്നത്. ആദ്യം അദ്ദേഹം തന്റെ വളകളിലൂടെ കൈയോടിച്ചു. ചിലപ്പോൾ വളകൾ കണ്ട കൗതുകം കൊണ്ടാകാം എന്ന് താൻ കരുതി. സ്വയം ശാന്തയാകാൻ ശ്രമിക്കുകയായിരുന്നു താൻ. അത് എവിടെ വരെ പോകുമെന്ന് നോക്കാമല്ലോ, ഒരു പക്ഷെ വളരെ നിഷ്കളങ്കമായ പ്രവൃത്തിയാണെങ്കിലോ എന്ന് ചിന്തിച്ചു. എന്നാൽ താൻ പ്രതിഷേധിക്കില്ലെന്ന് കണ്ടപ്പോൾ അയാൾ തന്റെ മുടിയിൽ തലോടാൻ തുടങ്ങി. ശേഷം അയാളുടെ സ്പർശനം തന്റെ കഴുത്തിലേക്ക് നീണ്ടു. അതോടെ താൻ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. ടാക്സി വിളിച്ചാണ് ഹോട്ടലിലേക്ക് പോയത്. ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത്. ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ല എന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.